ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ഒരു പാഠഭാഗം SSLC കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിലെ ഒന്നാമത്തെ യൂണിറ്റായ ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റ് 1-ലെ അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ എന്ന റസ്കിൻ ബോണ്ട് എഴുതിയ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത്. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റിൽ നമുക്ക് 2 ഷോർട്ട് സ്റ്റോറീസ് അതേപോലെ തന്നെ ഒരു പോയവും ആണ് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൻ്റെ പേര് അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ എന്നുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നെടുക്കുന്നത്. ഫസ്റ്റ്ലി we want to know about the writer Ruskin Bond. Born on 19 May 1934, 1934 മെയ് 19 റസ്കിൻ ബോണ്ട് ജനിക്കുന്നത്. ഈസ് എൻ ഇന്ത്യൻ ഓഥർ ഓഫ് ബ്രിട്ടീഷ് ഡീസെൻറ്റ്. ബ്രിട്ടീഷ് വംശപാരമ്പര്യമുള്ള ഇന്ത്യൻ എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. ഹിസ് ഫാദർ വാസ് എൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. അദ്ദേഹത്തിൻ്റെ പിതാവ് റോയൽ എയർഫോഴ്സിൽ ഒരു ഓഫീസറായിരുന്നു. He wrote his first novel, The Room on the Roof, at the age of 17. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ ദ റൂം ഓൺ ദ റൂഫ് എന്ന ആദ്യത്തെ നോവൽ എഴുതുന്നത് അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വയസ്സിലാണ്. ഇറ്റ് ഗോൺ ജോൺ ലവ്ലിൻ റൈസ് പ്രൈസ് ഇൻ 1957, 1957 അദ്ദേഹത്തിൻ്റെ ആ നോവലിന് ജോൺ ലവ്ലിൻ റൈസ് പ്രൈസ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്സ് വാസ് ദ ആംഗ്രി റിവർ. അദ്ദേഹം ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ചെയ്ത കുട്ടികളുടെ ഒരു പുസ്തകം ആംഗ്രി റിവർ ആയിരുന്നു. ഇൻ 1992, 1992 he received the Sahitya Academy Award for his short story collection Our Trees Still Grow in Dera. 1992 Our Trees Still Grow in Dera എന്ന അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കൊളക്ഷന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. He was awarded the Padma Shri in 1999 for his contributions to children's literature. 1999 അദ്ദേഹം കുട്ടികൾക്ക് നൽകിയ അദ്ദേഹത്തിൻ്റെ സംഭാവന അതിനെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. He got the Lifetime Achievement Award in 2017. 2017 അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിക്കുകയും ചെയ്തു. He now lives with his adopted family in Lantrell near Missouri. അദ്ദേഹം ഇന്നും ഉത്തരാഖണ്ഡിനടുത്തുള്ള മുസൂരിയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ഇന്ന് അവിടെ സ്റ്റിൽ അലൈവ്, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സോ നൗ we are going to the chapter Adventures in Banyan Tree. Though the house and the grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. Grandmother used to tease him about this, and would speak of certain Countess of Desmond, an English woman who lived to the age of 117, and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root guide, forming a maze of orchards, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dera,
nestling in a valley at the foot of the Himalayas. Though the house and the grounds of our home in India, ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുഭാഗവും were grandfather's domain, മുത്തശ്ശൻ്റെ അധീനതയിൽ ആയിരുന്നുവെങ്കിലും, ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധീനതയിലുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ സാമ്രാജ്യം എന്നൊക്കെയാണ് അർത്ഥം. The magnificent old banyan tree was mine chiefly. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മഗ്നിഫിസൻറ്റ്, പ്രൗഢഗംഭീരമായ ആ ഓൾഡ് ബാനിയൻ ട്രീ, ആ വളരെ പഴക്കം ചെന്ന ആൽമരം, വാസ് മൈൻ, അത് എൻ്റേതായിരുന്നു. ചീഫ്ലി, മുഖ്യമായും അത് പ്രധാനമായും എൻ്റേതായിരുന്നു. ബിക്കോസ്, കാരണം, ഗ്രാൻഡ് ഫാദർ ആണ് അതിന് കാരണം. അറ്റ് ദ ഏജ് ഓഫ് 65, കാരണം അദ്ദേഹത്തിന് 65 വയസ്സ് പ്രായമായ ഗ്രാൻഡ് ഫാദറാണ് ഈ ഒരു ആൽമരം എൻ്റേതായി തീരാൻ കാരണമായത്. കുഡ് നോ ലോങ്ങർ ക്ലൈംബ്, കാരണം എന്താണ്, അദ്ദേഹത്തിന് ഒരിക്കലും ആ മരം കയറാൻ കഴിയുമായിരുന്നില്ല. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം, അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം, പതിവായി അദ്ദേഹത്തെ കളിയാക്കാറുണ്ടായിരുന്നു. അബൌട്ട് ദിസ്, ആ മരം കയറാൻ കഴിയാത്ത ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കളിയാക്കാറുണ്ടായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട്, പലപ്പോഴും കൗണ്ടസ് ഓഫ് ഡെസ്മണ്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് കളിയാക്കാറുള്ളത്. ആൻ ഇംഗ്ലീഷ് വുമൺ ഹു ലിവ് ടു ദ ഏജ് ഓഫ് 117, 117 വയസ്സ് വരെ ജീവിച്ച കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വുമൺ അതിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഗ്രാൻഡ് മദർ കളിയാക്കാറുണ്ടായിരുന്നത്. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് longer if she hadn't fallen while climbing an apple tree. ഒരു ആപ്പിൾ മരത്തിൽ നിന്ന് അവൾ വീണ് മരിച്ചത് കൊണ്ടാണ്, അതല്ല എങ്കിൽ അവൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അത്രയും ആ ഒരു കൗണ്ടസ് ഓഫ് ഡെസ്മണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ആയുസ്സിൻ്റെ ദൈർഘ്യത്തെ കുറിച്ച് കാണിക്കാൻ വേണ്ടി ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗവും അതിനെ കോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേരും കൂടിയാണ്. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ. ഇനി ഈ കഥയിലെ ഒരു പ്രധാന ഭാഗമായിട്ടുള്ള ഓൾഡ് ബനിയൻ ട്രീയെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് കർവ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ്, പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ബനിയൻ ട്രീയുടെ, ആൽമരത്തിൻ്റെ ഈ ഒരു ശിഖിരങ്ങൾ, വിച്ച് കർവ് ടു ദ ഗ്രൗണ്ട്, അത് ഭൂമിയിലേക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, വിച്ച് കർവ് ടു ദ റോഡ് ഗ്രൗണ്ട്, അത് ഭൂമിയിലേക്ക് ഇങ്ങനെ വളഞ്ഞു കിടക്കുകയാണ്, ഒരു കമാനം പോലെ. ആൻഡ് ടു ഗ്രൂ അഗെയിൻ, എന്നിട്ട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, ഭൂമിയിൽ നിന്ന് അതിൻ്റെ വേരുകൾ വീണ്ടും ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, അതിന് വേരുകൾ ഉണ്ടായിട്ടുണ്ട്. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്, അത് കാണുമ്പോൾ തന്നെ ഇങ്ങനെ വളരെ ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്. മെയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, കൺഫ്യൂസിങ് ആയിട്ടുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള, എല്ലാം കൂടി കുഴഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആൽമരത്തിൻ്റെ ഒരു ദൃശ്യം. ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ് ഗവ് മീ എൻലെസ് പ്ലഷർ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു ആൽമരം എനിക്ക് ഒരു അതിരില്ലാത്ത സന്തോഷം എനിക്ക് നൽകിയിരുന്നു. The tree was older than the house. ആ മരത്തിന് ഞങ്ങളുടെ വീടിനേക്കാളും പഴക്കമുണ്ടായിരുന്നു. Older than grandfather, ഞങ്ങളുടെ മുത്തശ്ശനേക്കാളും പഴക്കമുണ്ടായിരുന്നു. As old as the town of Dera, ഏകദേശം അവിടുത്തെ ദേറ ടൗണിനോളം പഴക്കമുണ്ടായിരുന്നു. Nestling in a valley at the foot of the Himalayas. നെസ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്ന് നിൽക്കുന്ന, ഹിമാലയത്തോട് ചേർന്ന് നിൽക്കുന്ന. നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്, ഹിമാലയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ കുന്നിൻ ചെരുവുകളെക്കാളും പഴക്കമുണ്ടായിരുന്നു ഈ ഒരു ആൽമരത്തിന്, അല്ലെങ്കിൽ അതുപോലെ തന്നെ പഴക്കമുണ്ടായിരുന്നു ഈ ആൽമരത്തിന് എന്നതാണ്.
My first friend and familiar was a small gray squirrel, arching his back and sniffing into the air. He seemed at the first to resent my invasion of his privacy, but when he found that I did not arm myself with a catapult or air gun, he became friendlier, and when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. My first friend and familiar was a small grey squirrel. എൻ്റെ ആ ആൽമരത്തിലെ ആദ്യത്തെ കൂട്ടുകാരൻ, എന്നെ പരിചയപ്പെട്ട എനിക്ക് പരിചയം ഉള്ള ആദ്യത്തെ കൂട്ടുകാരൻ ഒരു ഗ്രേ നിറത്തിലുള്ള ഒരു അണ്ണാൻ കുഞ്ഞാണ്. ആച്ചിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. ഈ മുതുകെല്ലാം വളച്ച്, ആച്ചിങ് ഹിസ് ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മുതുകെല്ലാം വളച്ച്, ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, വെറുതെ ഇങ്ങനെ വായുവിലേക്ക് ഇങ്ങനെ തുമ്മി. സ്നിഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്കിംഗ് എയർ ഇൻ ക്വിക്ക്ലി ടു ദ നോസ്, ഇങ്ങനെ പെട്ടെന്ന് തുമ്മി ഇങ്ങനെ വായുവിലേക്ക് ഇങ്ങനെ തുമ്മിക്കൊണ്ട് അല്ലെങ്കിൽ ശ്വാസം എടുത്തുകൊണ്ട്. He seemed at first to resent my invasion of his privacy. He seemed, അവൻ at first ആദ്യമൊക്കെ തോന്നി, to resent my invasion. To resent means to show dislike. അവൻ്റെ അനിഷ്ടം പ്രകടിപ്പിച്ചു. My invasion of his privacy. അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ ഞാൻ ഇടപെട്ടപ്പോൾ, അല്ലെങ്കിൽ അവൻ്റെ പ്രൈവസിയിൽ ഞാൻ ഇടപെട്ടപ്പോൾ അവന് അതിൻ്റെ അനിഷ്ടം ആദ്യമൊക്കെ കാണിച്ചു തുടങ്ങി. But when he found that I did not arm myself with a catapult, പക്ഷേ when he found, അവൻ അത് കണ്ടെത്തിയപ്പോൾ, that I did not arm myself, ഞാൻ ഒരിക്കലും ഒരു ഉപദ്രവകാരിയല്ല, with a catapult, ചവണ പോലുള്ള, catapult എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കവണ പോലുള്ള അല്ലെങ്കിൽ ചവണ പോലുള്ള, or air gun, എൻ്റെ കയ്യിലൊരു എയർ ഗൺ ഒന്നുമില്ല എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, ഞാൻ അങ്ങനെ ഒന്നും ഉപദ്രവിക്കുന്ന ഒരാളല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ, ഞാനുമായിട്ട് അവൻ വളരെ നല്ല ഒരു ബന്ധം, സൗഹൃദ ബന്ധം ഉണ്ടാക്കി തീർത്തു. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഹിം പീസസ് ഓഫ് കേക്ക്, പലപ്പോഴും ഞാൻ അവന് കേക്കിൻ്റെ കഷ്ണങ്ങൾ കൊടുക്കുമ്പോൾ, ആൻഡ് ബിസ്ക്കറ്റിൻ്റെ കഷ്ണങ്ങൾ കൊടുക്കുമ്പോൾ, ഹി ഗ്രൂ ബോൾഡർ, അവൻ എന്ത് ചെയ്തു, കൂടുതൽ എൻ്റെ അടുത്ത് വളരെ ബോൾഡർ ആയിക്കൊണ്ട് ധൈര്യത്തോടു കൂടി വരാൻ തുടങ്ങി. ആൻഡ് ഫൈനൽ ബിക്കെയിം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്, അവസാനം എൻ്റെ കൈകളിൽ വന്ന് വരെ ഭക്ഷണം എടുത്തു കൊണ്ടുപോകാൻ മാത്രം അവന് ധൈര്യം സംഭരിച്ചു കഴിഞ്ഞു. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അതുപോലെ തന്നെ ബിഫോർ ലോങ്, ഏറെ മുൻപ് തന്നെ, ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്, അവന് എൻ്റെ പോക്കറ്റിൽ വന്നുകൊണ്ട് സെർച്ച് ചെയ്യാൻ തുടങ്ങിയിരുന്നു, തിരയാൻ തുടങ്ങിയിരുന്നു. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്, അവനക്ക് കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചുകൊണ്ട്, എൻ്റെ പോക്കറ്റിൽ നിന്ന് കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ പോക്കറ്റിൽ വന്നുകൊണ്ട് ഭക്ഷണങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്യാൻ മാത്രം എന്ത് ചെയ്തിരുന്നു, അവൻ ഏറെ മുമ്പ് തന്നെ അങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഹി വാസ് എ വെരി യങ് സ്ക്വയറൽ, എന്താ പറയുക, ഹി വാസ് എ വെരി യങ് സ്ക്വയറൽ, വളരെ യൗവനം നിറഞ്ഞു നിൽക്കുന്ന ഒരു അണ്ണാറക്കണ്ണനായിരുന്നു അത്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട്, അവൻ്റെ കൂട്ടുകാരനും ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ കുടുംബക്കാരും, പ്രോബബ്ലി ഒരുപക്ഷെ തോട്ട്, ചിന്തിച്ചിട്ടുണ്ടാവും, ഹിം, അവനെക്കുറിച്ച്, ഹെഡ് സ്ട്രോങ്, അവൻ്റെ ഹെഡ് സ്ട്രോങ് മീൻസ് അഹങ്കാരത്തെക്കുറിച്ച്, തലക്കനത്തെക്കുറിച്ച്, ആരും പറഞ്ഞാൽ കേൾക്കാത്ത അവസ്ഥയെക്കുറിച്ച് ഒരുപക്ഷെ അവൻ്റെ കുടുംബക്കാരും കൂട്ടുകാരെല്ലാം ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. എന്ത്, ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, അവൻ്റെ മനുഷ്യനെ വിശ്വസിക്കുക എന്ന വിഡ്ഢിത്തത്തെക്കുറിച്ച് അവൻ്റെ കൂട്ടുകാരും അതേപോലെ തന്നെ അവൻ്റെ കുടുംബക്കാരുമെല്ലാം അവനെക്കുറിച്ച്, അവനൊരു അഹങ്കാരിയാണ്, ഈ മനുഷ്യനുമായി കൂട്ടുകൂടുന്നത് അവൻ അഹങ്കാരം കൊണ്ടാണ് എന്നെല്ലാം ചിന്തിച്ചിരിക്കാം. ഇൻ ദ സ്പ്രിംഗ് സീസണിൽ, when the banyan tree was full of small red figs, സ്പ്രിംഗ് സീസണിൽ
ആ ബനിയൻ ട്രീയുടെ അതല്ലെങ്കിൽ അതിൻ്റെ പഴം ഉണ്ടാകുന്ന ഒരു സമയമായി കഴിഞ്ഞാൽ ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് എല്ലാ തരത്തിലുമുള്ള ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ് ആ ഒരു പഴങ്ങളുടെ കാലമാകുമ്പോൾ വസന്തകാലമാകുമ്പോഴേക്ക് ആൽമരം നിറയെ ചെറിയ ചുവന്ന പഴങ്ങൾ ഉണ്ടാകും. വുഡ് ഫ്ലോക്ക് ഇൻ ടു ബ്രാഞ്ചസ്. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. വസന്തകാലം ആകുമ്പോഴേക്ക് ആൽമരം നിറയെ ചെറിയ ചുവന്ന പഴങ്ങൾ ഉണ്ടാകും. പിന്നെ നാനാതരം പക്ഷികളും ആ ചില്ലകളിൽ ചേക്കേറും. ചുവപ്പ് നിറം ചേർന്ന ബുൾബുൾ പക്ഷി, അതേപോലെ തന്നെ വളരെ സന്തോഷവതിയും ആയിട്ടുള്ള ബുൾബുൾ പക്ഷി ഭക്ഷണത്തിനോട് ആർത്തിയുള്ളവളുമാണ്. പിന്നെ ആൻഡ് പാരറ്റ്സ് ആൻഡ് ക്രോസ്, തത്തയും കാക്കയും എല്ലാം അവിടെ വരാറുണ്ട്. അതേപോലെ സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് ഓൾ ടൈം അങ്ങനെ എല്ലാ എപ്പോഴും അവിടെ തമ്മിൽ കൊത്തുകൂടിയും വഴക്കുണ്ടാക്കിയും ഒക്കെ ഒരുപാട് പക്ഷികൾ വരാറുണ്ട്. സ്ക്വാബ്ലിംഗ് മീൻസ് യു ക്യാൻ സീ ദ ഗോസിപ്പിംഗ് മീൻസ് ചാറ്ററിങ്. ഇതിൻ്റെ മുന്നേ നമുക്ക് കാണാം ഗോസിപ്പിംഗ്, ചാറ്ററിങ്. ഗോസിപ്പിംഗ് മീൻസ് ചാറ്ററിങ്, അങ്ങനെ സംസാരിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കിക്കൊണ്ട്. സ്ക്വാബ്ലിംഗ് മീൻസ് വഴക്ക് കൂടി ബഹളം വെച്ചുകൊണ്ട്. വിത്ത് ഈച്ച് അതർ all the time. During the fig season, the banyan tree was the noisiest place on the road. ഈ പഴങ്ങളുടെ കാലത്ത്, ഡ്യൂറിങ് ദ ഫിഗ് സീസൺ മീൻസ് ഈ പഴങ്ങളുടെ കാലത്ത്, ദ ബനിയൻ ട്രീ വാസ്, ആ ബനിയൻ ട്രീ ആയിരിക്കുമെന്ന് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്, ആ റോഡിൽ ഏറ്റവും ബഹളമയമായ ഒരു സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഈ ഒരു ബനിയൻ ട്രീ ആയിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the pole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories, and the novels of Edgar Wright's Burroughs and Louisa May Alcott made up my pack of very mixed reading. Halfway up the tree, ഈ ആൽമരത്തിൻ്റെ ഒരു പകുതിയിൽ, I had built a small platform, ഞാനൊരു ചെറിയ പ്ലാറ്റ്ഫോം, ഒരു തട്ട് ഉണ്ടാക്കിയിരുന്നു. On which, ആ സ്ഥലത്തായിരുന്നു, I would often spend the afternoons, എൻ്റെ പല ഉച്ചയ്ക്ക് ശേഷമുള്ള സമയവും ഞാൻ ചെലവഴിച്ചിരുന്നത്. When it wasn't too hot, അധികം ചൂടില്ലാത്ത ദിവസങ്ങളിൽ. I could read there, അവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് വായിക്കാൻ കഴിഞ്ഞു. propping myself up against the bowl of the tree, ഈ propping myself up against the bowl of the tree, propping means supporting, അതായത് ഇങ്ങനെ ചാരി ഇരുന്നുകൊണ്ട്, myself up against the bowl of the tree, ആ മരത്തിൻ്റെ തടിയോട് ഇങ്ങനെ ചാരി ഇരുന്നുകൊണ്ട്, with cushions, കുറച്ച് കുഷ്യൻസ് ഒക്കെ വെച്ച് അതിങ്ങനെ മരത്തിൽ വെച്ച് മരത്തിൻ്റെ തടിയോട് ചേർത്ത് വെച്ച് അതിൽ ഇങ്ങനെ ചാരി ഇരുന്നു കൊണ്ടാണ് പലപ്പോഴും ഞാൻ എന്ത് ചെയ്യാറുള്ളത്, എൻ്റെ സമയങ്ങൾ അവിടെ ചിലവഴിക്കാറുള്ളത്. ടേക്കൻ ഫ്രം ദ ഡ്രോയിങ് റൂം, ആ കുഷ്യൻസ് എവിടെ നിന്ന് എടുത്തതാണ്? ഡ്രോയിങ് റൂമിൽ നിന്ന് ഞാൻ കൊണ്ടുപോയതാണ്. എവിടേക്ക്? ഈ ആൽമരത്തിലേക്ക്. ട്രഷർ ആലൻഡ്, അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം വായിച്ചു തീർത്ത പുസ്തകങ്ങളെക്കുറിച്ച് പറയാം. ട്രഷർ ആലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് ദ എഡ്ഗർ റൈറ്റ്സ്, Burroughs and Louisa May Alcott made up my bag of very mixed reading. അദ്ദേഹത്തിൻ്റെ പുസ്തക സഞ്ചിയിൽ ഇങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. When I did not feel like reading, എനിക്ക് വായിക്കാൻ തോന്നാത്ത സമയത്ത്, I could look down through the banyan leaves at the world below. When I did not feel like reading,
എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത സമയം ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ്, ഈ ആൽമരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ ഞാൻ താഴോട്ട് നോക്കും. അറ്റ് ദ വേൾഡ് ബിലോ, താഴെയുള്ള ആ സ്ഥലങ്ങളിലേക്ക് ഞാൻ നോക്കും. അപ്പോൾ താഴെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. ഗ്രാൻഡ് മദർ എന്താണ് ചെയ്യുന്നത്? ആ സമയത്ത് ഈ അലക്കിയ വസ്ത്രങ്ങൾ അത് അയലിൽ തൂക്കിയിടുകയും അതുപോലെ തന്നെ ഉണങ്ങിയ വസ്ത്രങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചയാണ് സാധാരണ അദ്ദേഹം കാണാറുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം കാണുന്ന മറ്റൊരു കാഴ്ച, താഴോട്ട് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്ന മറ്റൊരു കാഴ്ച, അറ്റ് ദ കുക്ക് കാർലിംഗ് വിത്ത് എ ഫുഡ് വെൻഡർ. പാചകക്കാരൻ ഫ്രൂട്ട് വെൻഡറുമായി, പഴക്കച്ചവടക്കാരനുമായി തർക്കിക്കുന്നത് കാണാമായിരുന്നു. ഓർ അറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർട്ട്ലി ഇന്ത്യൻ മാരിഗോൾഡ്സ് വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. അതുപോലെ തന്നെ അദ്ദേഹം കാണുന്ന മറ്റൊരു കാഴ്ച, താഴെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് ഗ്രംബ്ലിംഗ് പരാതിപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ടാകും. അറ്റ് ദ ഹാർട്ട്ലി ഇന്ത്യൻ മാരിഗോൾഡ്സ് which insisted on springing up all over his very English garden. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം ഇംഗ്ലീഷ് ബ്രിട്ടനിലൊക്കെയുള്ള സസ്യങ്ങളെ വളർത്തുന്ന, ചെടികളെ പരിപാലിക്കുന്ന ഗാർഡനിൽ വളരെ ഉത്സാഹത്തോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ മാരിഗോൾഡ്സിനെ കുറിച്ച്, ഇന്ത്യൻ ജമന്തിപ്പൂക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ പെറുപെറുത്തുകൊണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പരാതിപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന കാഴ്ചയും കാണാമായിരുന്നു. വിച്ച് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിങ്ങിങ് അപ്പ് ഓൾ ഓവർ ഹിസ് വെരി ഇംഗ്ലീഷ് ഗാർഡൻ. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ വൈൽ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ. യൂഷ്വലി പതിവായി നത്തിങ്, പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാറില്ല. വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള, ഉത്കണ്ഠാകുലമായിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നും സാധാരണഗതിയിൽ താഴോട്ട് നോക്കുമ്പോൾ കാണാറില്ല. വൈൽ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ, ഞാൻ ബനിയൻ ട്രീയിൽ ഇങ്ങനെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന സമയം. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, എന്നാൽ ഒരു പ്രത്യേക ദിവസം, ഒരു പ്രത്യേക ആഫ്റ്റർനൂണിൽ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. എന്നാൽ ഒരു ദിവസം, ഒരു ഏപ്രിൽ മാസത്തിലെ ഒരു ഉച്ച കഴിഞ്ഞ സമയം, ആ ഒരു സമയത്തെക്കുറിച്ച് അടുത്ത പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, എന്നാൽ ഒരു പ്രത്യേക സമയത്ത് ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ്, എനിക്ക് വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്ന ഒരു ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. ആ സമ്മറിൽ, ആ ഒരു വേനൽക്കാലത്ത് എന്നിൽ വളരെയധികം സന്തോഷം നിറക്കുന്ന, അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ നിറക്കുന്ന ഒരു സംഭവം ഉണ്ടായതിനെക്കുറിച്ചാണ് ഇനി. ആ വേനൽക്കാലം മുഴുവനായി ഓർമ്മിക്കത്തക്ക വിധത്തിലുള്ള ഒരു സംഭവം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. But on one particular afternoon, I had enough excitement to last me through the summer. ആ വേനൽക്കാലം മുഴുവനും ഓർത്തു വെക്കാൻ സാധിക്കുമാറുള്ള ഒരു സംഭവം ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. That was the time I saw a mongoose and a cobra fight to death in the garden. അദ്ദേഹം കണ്ട കാഴ്ച, that was the time, ആ സമയം, I saw a mongoose and cobra fight to death in the garden. ഗാർഡനിൽ മംഗൂസും അതേപോലെ തന്നെ ഒരു കീരിയും ഒരു മൂർഖൻ പാമ്പും, കോബ്രയും തമ്മിലുള്ള മരണതുല്യമായ, അല്ലെങ്കിൽ ഒരു മരണ പോരാട്ടം നടക്കുന്ന ഒരു കാഴ്ചക്ക് അദ്ദേഹം സാക്ഷി ആവുകയാണ്. While I sat directly above them in banyan tree. While I sat, ഞാൻ ഇരുന്നപ്പോൾ, directly above them in the banyan tree. banyan treeയിൽ, ആൽമരത്തിൽ അവർക്ക് തൊട്ടു മുകളിലായിട്ട് ഞാൻ ഇരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന, ഞാൻ അങ്ങനെയാണ് ഇരിക്കുന്നത്, ആ സമയത്താണ് എനിക്കത് കാണാൻ കഴിഞ്ഞത്. ഇറ്റ് വാസ് ആൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ, ഇതൊരു ഏപ്രിലിലെ ഉച്ച സമയം ആയിരുന്നു. ആൻഡ് ദ വാം ബ്രീസസ് ഓഫ് അപ്രോച്ചിങ് സമ്മർ ഹാഡ് സെന്റ് എവ്രി വൺ, ഇൻക്ലൂഡിംഗ് ഗ്രാൻഡ് ഫാദർ, ഇൻ ടോസ്. ഐ വാസ് ഫീലിംഗ് drowsy myself and was wondering if I should go to the pond behind the house for a swim, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose whom I had often seen emerged from the bushes and went straight for the cobra.
It was an April afternoon. ഏപ്രിൽ മാസത്തിലെ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയമായിരുന്നു അത്. And the warm breezes of approaching summer had sent everyone. വേനൽ അടുക്കുന്നതിൻ്റെ ലക്ഷണമായ ചൂടുകാറ്റ് ഉണ്ടായിരുന്ന സമയം. അത് കാരണം had sent everyone, എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഗ്രാൻഡ് ഫാദർ ഇൻഡോസ്, ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ എല്ലാവരും വീടിന് ഉള്ളിലായിരുന്നു, ആരും പുറത്തില്ല. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim. I was feeling, എനിക്കും ഉണ്ടായിരുന്ന ഒരു ചിന്ത, drowsy myself, കാരണം എനിക്കും വളരെയധികം ക്ഷീണം തോന്നിയിരുന്നു. And was wondering, ഞാനും ഒന്ന് ചിന്തിച്ചു പോയി, if I should go to the pond behind the house for a swim, വീടിന് പുറകിലുണ്ടായിരുന്ന കുളത്തിൽ പോയി ഒന്ന് നീന്തി ക്ഷീണം മാറ്റിയാലോ എന്ന് ഞാനും ആലോചിച്ചിരുന്നു. When I saw a huge black cobra gliding out of clump of cactus. അങ്ങനെ ഒക്കെ ഇരിക്കുന്ന സമയത്താണ് when I saw, ഞാൻ കണ്ടപ്പോൾ, a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗാർഡനിലെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലവും ലക്ഷ്യമാക്കിക്കൊണ്ട് ബുഷിൻ്റെ ഇടയിൽ നിന്ന് ഒരു കോബ്ര വളരെ പെട്ടെന്ന് കൊണ്ട് ഇടഞ്ഞ് വരുന്ന ഒരു കാഴ്ച കാണുന്നത്. ഗ്ലൈഡിങ് ഔട്ട് ഓഫ് കാക്ടസ്, ഒരു അവിടെയുള്ള കാക്ടസ് ചെടിക്ക് ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു മൂർഖൻ പാമ്പ് കള്ളിമുൾ ചെടികൾക്കിടയിലൂടെ തണുപ്പ് തേടി ഇടഞ്ഞു വരുന്നത് കണ്ടത്. At the same time, അതേസമയം തന്നെ a mongoose, ഒരു കീരി, whom I had often seen, ഞാൻ അതിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കോബ്ര വന്ന അതേ സമയം തന്നെയാണ് ഒരു മോങ്കൂസ് എന്ത് ചെയ്യുന്നത്, emerged from the bushes, ആ ബുഷുകൾക്കിടയിൽ നിന്ന്, ബുഷ് ചെടികൾക്കിടയിൽ നിന്ന് വളരെ പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത്. and went straight for the cobra, എന്നിട്ട് ആ കീരി മൂർഖൻ പാമ്പിനെ ലക്ഷ്യമാക്കി നീങ്ങി. In a clearing beneath the tree, in bright sunshine, they came face to face. മരത്തിൻ്റെ താഴെയുള്ള ആ തെളിഞ്ഞ സ്ഥലത്ത് തിളങ്ങുന്ന വെയിലിൽ അവർ മുഖത്തോട് മുഖം വന്നു. Cobra knew only too well that the grey mongoose 3 feet long. കോബ്രക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, knew only too well that the grey mongoose, ആ ചാരനിറമുള്ള കീരിയെക്കുറിച്ച്, 3 feet long, 3 അടിയുള്ള, was a superb fighter, അതുപോലെ തന്നെ നല്ലൊരു പോരാളിയാണ് എന്നും, clever, ബുദ്ധിമാനാണെന്നും, ആൻഡ് aggressive, അതുപോലെ തന്നെ വിഗ്രസ് ആണെന്നും, ആംഗ്രി ആൻഡ് വയലൻ്റ് ആണ് എന്നും. ഈ കോബ്രയെക്കുറിച്ച്, ഈ കോബ്രക്ക്, ഈ മംഗൂസിനെ കുറിച്ച് ഇത്തരം അറിവുകളെല്ലാം ഉണ്ടായിരുന്നു. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. അതേസമയം കോബ്രയും എന്താണ്, വളരെ സ്കിൽഫുള്ളായിട്ടുള്ള, വളരെ കഴിവുള്ള, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ, വളരെ പരിചയസമ്പന്നതയുള്ള ഒരു ഫൈറ്ററും കൂടിയാണ്. ഹി കുഡ് മൂവ് സ്വിഫ്റ്റ്ലി ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഈ കോബ്രയെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ചലിക്കാനും, ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്, പ്രകാശവേഗത്തിൽ അക്രമം അടിച്ചുവിടാനും കഴിയുന്ന ഒന്നായിരുന്നു കോബ്ര. And the sacs behind is long. മൂർഖൻ പാമ്പിൻ്റെ ആ വിഷദംഷ്ട്രങ്ങൾ, sharp fangs were full of deadly venom, and the sacs behind his long, അതിൻ്റെ പിറകിലുള്ള ആ സാക്സ് എന്ന് പറഞ്ഞാൽ വിഷസഞ്ചി, sharp fangs were full of deadly venom, അതുപോലെ തന്നെ ആ വിഷദംഷ്ട്രങ്ങളുടെ പിന്നിലുള്ള സഞ്ചിയിൽ നിറയെ കൊടിയ വിഷമായിരുന്നു. ഷാർപ്പ് ഫാങ്സ് വർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം, വളരെ മാരകമായിട്ടുള്ള
വിഷമായിരുന്നു. ഷാർപ്പ് ഫാങ്സ് മീൻസ് നീണ്ട് കൂർത്ത വിഷപ്പല്ലുകൾ വർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം, വളരെ മാരകമായിട്ടുള്ള വിഷമാണ്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, തീർച്ചയായും ഇത് ചാമ്പ്യന്മാരുടെ പോരാട്ടമായിരുന്നു. ഹിസ്സിംഗ് defiance, his forked tongue darting in and out. The cobra raised 3 or 6 feet off the ground and spread his broad, spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. Hissing defiance. ഹിസ്സിങ് മീൻസ് ചീറ്റിക്കൊണ്ട്, ഡെഫിയൻസ് അതായത് പ്രതിരോധിക്കുമ്പോൾ. ഡെഫിയൻസ് മീൻസ് പ്രതിരോധിക്കുമ്പോൾ. അപ്പോൾ ചീറ്റിക്കൊണ്ട് എന്ത് ചെയ്യാണ്? പ്രതിരോധിക്കുകയാണ്. ഹിസ് ഫോക്ഡ് ടങ്, ആ പിളർന്ന നാവ്, കോബ്രയുടെ പിളർന്ന നാവ് കൊണ്ട്. ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്. ദ കോബ്ര റൈസ്ഡ് 3 or 6 feet off the ground. ഈ പിളർന്ന നാവ് കൊണ്ട്, ഡാറ്റിംഗ് മീൻസ് അതിങ്ങനെ ചലിച്ചു, ഇൻ ആൻഡ് ഔട്ട്, അതിങ്ങനെ ഉള്ളിലേക്കും പുറത്തേക്കും അതിൻ്റെ നാവ് ഇങ്ങനെ ചലിച്ചു. ദ കോബ്ര റൈസ്ഡ് 3 or 6 feet off the ground. മാത്രമല്ല ഗ്രൗണ്ടിൽ നിന്ന് ഈ 6 അടിയുള്ള കോബ്ര 3 അടി ഗ്രൗണ്ടിൽ നിന്ന് ഉയർന്ന് പൊങ്ങി നിൽക്കുകയും ചെയ്തു. ആൻഡ് സ്പ്രെഡ് ഇസ് ബ്രോഡ് സ്പെക്ടാക്കിൾഡ് ഹുഡ്. അതിൻ്റെ ആ സ്പെക്ടാക്കിൾഡ് ഹുഡ്, കോബ്രയുടെ ആ ഒരു പത്തി, അതെന്ത് ചെയ്തു? അതിങ്ങനെ വിടർത്തി പിടിച്ചുകൊണ്ട്. ആൻഡ് സ്പ്രെഡ് ഇസ് ബ്രോഡ് spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. ഇനി മംഗൂസിൻ്റെ തയ്യാറെടുപ്പുകളെ കുറിച്ച് പറയാണ്. The mongoose bushed his tail. മംഗൂസ് എന്ത് ചെയ്യുന്നു? അതിൻ്റെ hissing defiance, his forked tongue darting in and out. The cobra raised 3 or 6 feet off the ground and spread his broad, spectacled hood. The mongoose bushed his tail. The long hair on his spine stood up. In the past, the very thickness of his hair had saved him from bites that would have been fatal to others. കോബ്ര ചീറ്റിക്കൊണ്ട് നേരിടുമ്പോൾ, മംഗൂസിനെ നേരിടുമ്പോൾ അവൻ്റെ പിളർന്ന നാവ് അകത്തേക്കും പുറത്തേക്കും ചലിച്ചുകൊണ്ടിരുന്നു. 6 അടി നീളമുള്ള മൂർഖൻ തൻ്റെ 3 അടി നീളത്തിൽ ഉയർന്നു പത്തി വിരിച്ചു. കണ്ണടയുടെ അടയാളമുള്ള വീതിയേറിയ പത്തിയായിരുന്നു അത്. സ്പെക്ടാക്കിൾഡ് ഹുഡ്, കണ്ണടയുടെ അടയാളമുള്ള പത്തിയായിരുന്നു അത്. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടൈൽ. കീരി, ഇനി കീരിയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ച് പറയാൻ. കീരി മൂർഖൻ പാമ്പിൻ്റെ വാലിൽ പിടുത്തമിട്ടു. The long hair on his spine stood up. In the past, the very thickness of his hair and had saved him from bites that would have been fatal to others. അവൻ്റെ നീളമുള്ള രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. മുൻപും അവൻ്റെ കട്ടിയേറിയ രോമങ്ങൾ മാരകമായിട്ടുള്ള കടികളിൽ നിന്ന് കീരിയെ രക്ഷിച്ചിട്ടുണ്ട്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. One was a myna and the other a jungle crow, not the wily urban crow. They had seen these preparations for battle and had settled on the cactus to watch the outcome. Had they been content only to watch, all would have been well with both of them. Though the combatants were unaware of my presence in the banyan tree. ഈ പോരാളികൾ ഞാൻ ആൽമരത്തിലിരിക്കുന്നത് എൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. They soon became aware of the arrival of 2 other spectators.
അതേസമയം തന്നെ മറ്റു രണ്ട് കാഴ്ചക്കാരുടെ സാമീപ്യം അവർ തിരിച്ചറിഞ്ഞു. വൺ വാസ് മൈന, ഒന്ന് ഒരു മൈനയായിരുന്നു. ആൻഡ് അതർ എ ജംഗിൾ ക്രോ, മറ്റ് ഒരു കാഴ്ചക്കാരൻ ഒരു ജംഗിൾ ക്രോ, ഒരു നാടൻ കാക്കയായിരുന്നില്ല. നോട്ട് ദ വൈലി അർബൻ ക്രോ, ഈ നാട്ടുമ്പുറങ്ങളിലൊക്കെ കാണുന്ന കൗശലം നിറഞ്ഞ ഒരു കാക്കയും ആയിരുന്നില്ല. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ് ഫോർ ബാറ്റിൽ, ഈ പോരാട്ടത്തിൻ്റെ ഒരുക്കങ്ങൾ അവർ കണ്ടു. ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദ ഔട്ട്കം, ഈ പോരാട്ടത്തിൻ്റെ റിസൾട്ട്, പരിണിത ഫലം എന്താണെന്ന് അറിയാൻ അവർ കള്ളിമുള്ളി ചെടിയിൽ ഇരുന്നു. Had they been content only to watch, all would have been well with both of them. Had they been content only to watch, all would have been well with both of them. ആ ഒരു സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സെൻറ്റൻസാണ്. Had they been content only to watch, അവർ അവിടെ ഇരുന്ന് കാണുക മാത്രമായിരുന്നുവെങ്കിൽ, അവിടെ ഇഫ് എന്നുള്ളത് നമ്മൾ സങ്കല്പിക്കേണ്ടതുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ഇത് കാണുക മാത്രമായിരുന്നുവെങ്കിൽ, ഓൺലി ടു വാച്ച്, ഓൾ വുഡ് ഹാവ് ബീൻ വെൽ വിത്ത് ബോത്ത് ഓഫ് ദം, അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരവസ്ഥ വരുമായിരുന്നില്ല എന്നുള്ളതാണ്. അത് വി വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. ഓക്കെ. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into making a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. Cobra stood on defensive. Cobra ഡിഫെൻസീവിൽ തന്നെ, അതായത് കോബ്ര വളരെ ശക്തമായിട്ട് തന്നെ മൂർഖൻ പാമ്പ് ചെറുത്തു നിന്നു. സ്വായിങ് സ്ലോവ്ലി ഫ്രം സൈഡ് ടു സൈഡ്, അത് ഇരുവശങ്ങളിലേക്കും ആടി. ട്രൈങ് ടു മെസ്മറൈസ് ദ മൊങ്കൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫോൾസ് മൂവ്, എന്നിട്ട് മൊങ്കൂസിൻ്റെ ആ കീരിയുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. But the mongoose knew the power of his opponent's glassy, unwinking eyes. പക്ഷേ മംഗൂസിന് കീരിക്ക് തൻ്റെ എതിരാളിയുടെ തിളങ്ങുന്ന കണ്ണുകളുടെ ശക്തി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻഡ് refused to meet them, അതുകൊണ്ട് ആ കണ്ണുകളിലേക്ക് മംഗൂസ് ഒരിക്കലും നോക്കിയില്ല. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. Instead, അതിന് പകരമായി he fixed his gaze, മൊങ്കൂസ് തൻ്റെ നോട്ടം കേന്ദ്രീകരിച്ചത് at a point just below the cobra's hood, കോബ്രയുടെ പത്തിക്ക് ചുവട്ടിലായിരുന്നു. ആൻഡ് opened the attack, എന്നിട്ട് തൻ്റെ ആക്രമണം അഴിച്ചുവിട്ടു. ഡിഫെൻസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധം. സോവിങ് മീൻസ് ഇങ്ങനെ ആടി സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, അങ്ങനെ രണ്ട് വശങ്ങളിലേക്ക് ഇങ്ങനെ ആടി. ട്രൈങ് ടു മെസ്മറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മയക്കുക, ഒരു തെറ്റായ നീക്കം നടത്തുക എന്നൊക്കെയാണ്. മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫോൾസ് മൂവ്, ഒരു തെറ്റായ നീക്കം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുക. മെസ്മറൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയക്കുക എന്നുള്ള അർത്ഥമാണ്. ബട്ട് ദ മംഗൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി ആൻഡ് വിങ്കിങ് ഐസ് ആൻഡ് റിഫ്യൂസ് ടു മീറ്റ് ദം. മൂവിങ് ഫോർവേഡ് ക്വിക്ക്ലി until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and tattled
in as swiftly as the cobra, biting the snake on the back and darting away again out of reach, moving forward quickly. Moving forward quickly until he was just within the cobra's reach. മൂർഖന്റെ പിടി വീഴുമെന്ന ഘട്ടത്തിന് അടുത്തെത്തിയതോടെ അവൻ ഒരു വശത്തേക്ക് നീങ്ങുന്നതായി തോന്നിപ്പിച്ചു. He made a feint to one side. Feint means he made a feint to one side. Feint means ഒരു വ്യാജ നീക്കം നടത്തി. To one side. എന്ത് ചെയ്യണം? കോബ്രയുടെ പിടി വീഴും എന്നുള്ള അത്രത്തോളം ദൂരത്തിൽ മംഗൂസ് എത്തിയപ്പോൾ എന്ത് ചെയ്യണം? ഹി മേഡ് എ ഫെയിൻ ടു വൺ സൈഡ്, ഒരു വ്യാജ നീക്കം ഒരു സൈഡിലേക്ക് നടത്താൻ. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്, പെട്ടെന്ന് എന്ത് ചെയ്തു? കോബ്ര അടുത്ത നിമിഷം എന്ത് ചെയ്തു? മൂർഖൻ ആഞ്ഞു കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി, അവൻ്റെ പത്തി വളരെ വേഗം താഴ്ന്നു വന്നു. That I thought nothing could save the mongoose. ഞാൻ ചിന്തിച്ചു ആ മംഗൂസിനെ ഇനി ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ആ കൊത്ത് അതിന് കിട്ടി, അത് ചത്തുപോകും എന്ന് ഞാൻ കരുതി. But the little fellow jumped neatly to one side. പക്ഷേ ആ ചെറിയ ജീവി ഒരു വശത്തേക്ക് എടുത്തു ചാടി. And darted in as swiftly as the cobra. വളരെ വേഗത്തിൽ തന്നെ. Swiftly as the cobra. മൂർഖനെ പോലെ തന്നെ വേഗം സംഭരിച്ച് biting the snake on the back and darting away again out of reach. ആ മൂർഖനെ പോലെ തന്നെ വേഗം സംഭരിച്ച് അവൻ പാമ്പിൻ്റെ പുറകിൽ കടിച്ചു കുടഞ്ഞിട്ട് തെന്നിമാറി. Darting. You have to know the meaning. Darting. Just underline. Darting means darted. ചാടി വീണു എന്നർത്ഥം. Darting. The moment the cobra struck, ആ സമയം the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. മൂർഖൻ കൊത്തിയപ്പോൾ തന്നെ, the moment the cobra struck, മൂർഖൻ കൊത്തിയ ആ സമയം തന്നെ, the crow and the myna hurled, ഈ കാക്കയും ഈ മൈനയും hurled themselves at him, രണ്ടുപേരും എന്ത് ചെയ്യാണ്? പറക്കുകയാണ്. hurled means കുതിച്ചു. at him, ഈ കോബ്രയുടെ അടുത്തേക്ക്. only to collide heavily in mid-air. പക്ഷേ അവർക്ക് ആ കോബ്രയുടെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. അവർ തമ്മിൽ കൂട്ടിമുട്ടുകയും, in mid-air, വായുവിൽ കൂട്ടിമുട്ടുകയും, streaking at each other, they returned to the cactus plant. അവരങ്ങനെ കൂട്ടിമുട്ടി അവർ വീണ്ടും എന്ത് ചെയ്യാണ്? ആ കള്ളിമുൾ ചെടിയിൽ തന്നെ വന്നിരിക്കുകയാണ്. The moment of the cobra struck, കോബ്ര ആ കൊത്തിയ ആ സമയം തന്നെ, the crow and the myna, കാക്കയും മൈനയും, hurled themselves at him, അവരും രണ്ടുപേരും ഒരുമിച്ച് കുതിച്ചു. only to collide heavily in mid-air, പക്ഷേ അവർ വായുവിൽ കൂട്ടിമുട്ടുകയാണ് ചെയ്തത്. streaking at each other, രണ്ടുപേരും പരസ്പരം അലറി വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട്, they returned to the cactus plant, അവർ തിരിച്ച് കാക്ടസ് പ്ലാന്റിൽ തന്നെ വന്നിരുന്നു, ആ കള്ളിമുൾ ചെടിയിൽ തന്നെ വന്നിരുന്നു. a few drops of blood glistened on the cobra's back. The cobra struck again and missed. Again the mongoose sprang aside, jumped in and bit. Again the birds dived at the snake, bumped into each other instead, and returned streaking to the safety of the cactus. A few drops
of blood glistened on the cobra's back. മൂർഖൻ പാമ്പിൻ്റെ പുറത്തു നിന്നും ഒന്നും രണ്ടും തുള്ളി രക്തം പൊടിഞ്ഞു. The cobra struck again and missed. വീണ്ടും ഈ കോബ്ര ആഞ്ഞു കൊത്തിയെങ്കിലും അത് വൃഥാവിലായി. Jumped in and bit. Again the mongoose sprang aside. വീണ്ടും എന്ത് ചെയ്തു? കീരി എടുത്തു ചാടി. എന്നിട്ട് മൂർഖൻ്റെ പുറത്ത് ആഞ്ഞു കടിച്ചു. Again the birds dived at the snake. പക്ഷികളാകട്ടെ പറന്നുയർന്നിട്ട് Again the birds dived at the snake. പക്ഷികൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പാമ്പിൻ്റെ നേരേക്ക് ഡൈവ് ചെയ്തു, ചാടി. Bumped into each other instead. അവർ അവിടെയും കൂട്ടിമുട്ടുകയാണ് ചെയ്തത്. And returned streaking to the safety of the cactus. വീണ്ടും അവർ പറന്നുയർന്ന് പഴയതുപോലെ തന്നെ കള്ളിമുള്ളിൽ ചെളിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. The third round followed the same course at the first but with one dramatic difference. മൂന്നാമത്തെ റൗണ്ടിൽ ഏതാണ്ട് ഇതുപോലെ തന്നെ 2 റൗണ്ടിൽ നടന്നത് പോലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. പക്ഷേ there was a dramatic difference. പക്ഷേ ഒരു വ്യത്യാസം അതിനുണ്ടായിരുന്നു, ഒരു വലിയ വ്യത്യാസം മൂന്നാമത്തെ റൗണ്ടിലുണ്ടായിരുന്നു. The crow and the myna, still determined to take part in the proceedings, dived at the cobra. But this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in mid-air and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. The third round followed the same course as the first but with one dramatic difference. മൂന്നാമത്തെ റൗണ്ടും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു, ബാക്കി 2 റൗണ്ടിൽ നടന്നതുപോലെ തന്നെ ആയിരുന്നു. പക്ഷേ അതിൽ ഒരു വലിയ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. The crow and the myna still determined to take part in the proceeding. കാക്കയും മൈനയും നേരത്തെ പോലെ തന്നെ ഈ ഒരു ഫൈറ്റിൽ പങ്കെടുത്ത് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു. Dived at the cobra, നേരത്തെ പോലെ തന്നെ കോബ്രയുടെ നേരെ അവർ ചാടി. But this time they missed each other. പക്ഷേ 2 പേർക്കും as well as their mark, അവരുടെ ലക്ഷ്യം തെറ്റി. The myna flew on and reached its perch. മൈന കുതിച്ച് അതിൻ്റെ ലക്ഷ്യത്തിലേക്കെത്തി. But the crow tried to pull up in mid-air and turn back. പക്ഷേ കാക്ക വായുവിൽ വെച്ച് ഒന്ന് തിരിഞ്ഞു നോക്കി. In the second that it took him to do this, ആ സമയം the cobra whipped his head back. മൂർഖൻ പാമ്പ് അതിൻ്റെ പത്തി പുറകോട്ട് വലിച്ച് and struck with a great force. വളരെ ശക്തമായിട്ട് പാമ്പിനെ ഒരു കൊത്തു കൊടുത്തു. His snout thundering against the crow's body. അത് ശക്തമായി കാക്കയുടെ ദേഹത്ത് തന്നെ പതിച്ചു. Eyes of the bird flung nearly 20 feet across the garden. പിന്നീട് ആ കാക്ക ഒരു ഗാർഡനിൽ നിന്ന് ഒരു 20 അടി അങ്ങ് ദൂരേക്ക് പോയി. Were after fluttering about for a while, it lay still. അവിടെ കിടന്നുകൊണ്ടൊന്ന് പെടച്ച് പിന്നെ അത് നിശ്ചലമായി പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ഞാൻ കണ്ടത്. The myna remained on the cactus plant. അപ്പോഴും മൈന ആ കള്ളിമുൾച്ചെടിയുടെ മുകളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. Very wisely, വളരെ ബുദ്ധിപരമായി, refrained from interfering again. വീണ്ടും refrain means വിട്ടുനിന്നുകൊണ്ട്. From interfering again, വീണ്ടും ഇതിലൊന്നും ഇടപെടാതെ വിട്ടുനിന്നുകൊണ്ട് ബുദ്ധിപരമായി മൈന അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. The cobra was weakening. കോബ്ര ക്ഷീണിതനായിക്കൊണ്ടിരിക്കുകയാണ്. And the mongoose walking fearlessly. മംഗൂസ് ആണെങ്കിൽ ഭയമില്ലാതെ അവിടെയും ഇവിടെയും up to it, അവിടെയും ഇവിടെയും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Raised himself on his short legs. അവൻ്റെ ആ കാലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ചെറിയ കാലുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. And with lightning snap had the big snake by the snout.
The cobra was weakening, and the mongoose, walking fearlessly up to it, raised himself on his short legs, and with lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner, and even coiled itself about the mongoose, but all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelled along its quivering length, and gripping it round the hood, dragged it into the bushes. The miner dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then, with a shrill cry of congratulation, flew away. മൂർഖൻ പാമ്പ് തളർന്നു തുടങ്ങിയിരുന്നു. കീരി നിർഭയം അതിൻ്റെ സമീപത്തേക്ക് ചെന്ന് തൻ്റെ കുറിയ കാലുകളിൽ ഉയർന്നു നിന്നു. ഒരൊറ്റ കുതിപ്പിന് മൂർഖൻ പാമ്പിൻ്റെ തലയിൽ തന്നെ പിടുത്തമിട്ടു. മൂർഖൻ പരിഭ്രാന്തിയോടെ കീരിയെ വരിഞ്ഞു മുറുക്കി. എന്നാൽ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല. തൻ്റെ പരിശ്രമം മൂർഖൻ നിർത്തുന്നതുവരെ കീരി പോരാട്ടം തുടർന്നു. പിന്നെ ഒന്ന് മണത്തതിനു ശേഷം മൂർഖനെ കുറ്റിക്കാട്ടിലേക്ക് അത് വലിച്ചിഴച്ചു. മൈന ശ്രദ്ധയോടെ തറയിലേക്ക് പറന്നു. സുരക്ഷിതമായ അകലത്തിൽ അത് ചാടിക്കൊണ്ടിരുന്നു. പിന്നെ അഭിനന്ദിക്കുന്ന രീതിയിൽ ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട് അത് പറന്നകന്നു. ലൈറ്റ്നിങ് സ്നാപ്പ്. ലൈറ്റ്നിങ് സ്നാപ്പ് മീൻസ് മിന്നൽ വേഗത്തിൽ. The cobra writhed. 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 Writhed വേദന കൊണ്ട് പൊളഞ്ഞു. lashed നിലത്തടിച്ചു. in a frightening manner ഭയാനകമാം വിധത്തിൽ. No avail means പ്രയോജനമില്ല. hung തൂക്കിയിടുക. The little fellow hung grimly on. Grimly means നേരിടാൻ. Until the snake had ceased to struggle. Ceased means അതിൻ്റെ പോരാട്ടം, പിന്നെ ceased means നിലക്കുന്നത് വരെ, അമരുന്നത് വരെ. To struggle. Quivering length. Quivering length ചലിക്കുന്ന എന്നർത്ഥം. ആൻഡ് ഗ്രിപ്പിംഗ് പിടിച്ചുകൊണ്ട്. കോഷ്യസ്ലി ശ്രദ്ധയോടെ. കോഷ്യസ്ലി ശ്രദ്ധയോടെ. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. He had encouraged it to live in the garden, to keep away the snakes, and fed it regularly with scraps from the kitchen. He had never tried taming it, because wild mongoose was more useful than a domestic one. When I had also made a cautious descent, ഞാനും ആ ആൽമരത്തിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ താഴോട്ടിറങ്ങി. I returned to the house. എന്നൊരു വീട്ടിലേക്ക് തിരിച്ചുപോയി. I told grandfather of the fight I had seen. ഞാൻ കണ്ട ആ ഗംഭീരമായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച് ഞാൻ എൻ്റെ മുത്തശ്ശനോട് പറഞ്ഞു. He was pleased. അദ്ദേഹത്തിന് വളരെ ഹാപ്പിയായി. That the mongoose had won. മംഗൂസ് ആ ഫൈറ്റിൽ വിജയിച്ചതിന്. He had encouraged it to live in the garden. ഈ മോങ്കൂസ് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെ ഗാർഡനിൽ കഴിയുന്നതിന് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ടു കീപ് എവേ ദ സ്നാക്സ്, കാരണം പാമ്പുകളെ ഓടിക്കുന്നതിന് വേണ്ടി. ആൻഡ് ഫഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. മാത്രവുമല്ല പലപ്പോഴും ഈ
അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷണം മംഗൂസിന് നൽകുകയും ചെയ്തു. ഹി നെവർ ട്രൈഡ് ടൈമിങ് ഇറ്റ്. പക്ഷെ അതേസമയം ഒരിക്കലും ഈ മംഗൂസിനെ കീരിയെ ഇണക്കി വളർത്താൻ അദ്ദേഹം ശ്രമിച്ചില്ല. കാരണം വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. ഇണക്കി വളർത്തുന്നതിനേക്കാളും വളരെ ഉപകാരമാണ് ഇണക്കാതെ വളർത്തുന്ന വന്യമായിട്ടുള്ള കീരി എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. From the banyan tree, I often saw the mongoose patrolling the four corners of the garden. ഞാൻ ഈ ആൽമരത്തിൽ കൊണ്ട് പലപ്പോഴും ഈ കീരിയെ ഞാൻ കാണാറുണ്ടായിരുന്നു. വീടിൻ്റെ 4 മൂലകളിലും ഈ ഗാർഡനിൻ്റെ 4 മൂലകളിലും അതിങ്ങനെ ഉലാത്തുന്നത്, പെട്രോൾ ചെയ്യുന്നത് ഞാൻ കാണാറുണ്ടായിരുന്നു. And once I saw him with an egg in his mouth. ഒരിക്കൽ ഞാൻ അതിനെ കണ്ടു, അതിൻ്റെ വായയിൽ മുട്ടയുണ്ട്. And knew he had been in the poultry house. ഞാൻ അറിഞ്ഞു കോഴിക്കൂട്ടിൽ നിന്നാണ് അത് കടിച്ചെടുത്ത് നീങ്ങുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. He had been in the poultry house, but he hadn't harmed the birds. പക്ഷേ പക്ഷികളെ ഒന്നും ഉപദ്രവിക്കാറില്ല. വളർത്തുകോഴികളെ, പൗൾട്രി ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കൂട്, കോഴികൾ വളർത്തുന്ന കോഴിക്കൂട്. ബട്ട് ഹി ഹാഡിൻ ഹാംഡ് ദ ബേർഡ്സ്. പക്ഷേ പക്ഷികളൊന്നും ഉപദ്രവിക്കാറുണ്ടായിരുന്നില്ല. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം. ഞാനൊരു കാര്യം കൂടി എനിക്കറിയാമായിരുന്നു, ഗ്രാൻഡ് മദർ അതിനെല്ലാം വിട്ടുകൊടുക്കുമായിരുന്നു. ഫോർ സ്റ്റീലിംഗ്, ഈ മോഷണത്തിന്. ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നാക്സ് അവേ ഫ്രം ദ ഹൗസ്. ഒറ്റ കാരണത്താലാണ്. കാരണം പാമ്പുകളെ വീട്ടിൽ നിന്നും അവിടെ നിന്ന് തുരത്തുന്ന കാലത്തോളം മുത്തശ്ശി കീരിയോട് ക്ഷമിക്കുവാൻ ഒരുക്കമായിരുന്നു. The banyan tree was also the setting for what we were to call the strange case of the grey squirrel and the white rat. ഒരു ചാരനിറമുള്ള അണ്ണാൻ്റെയും വെള്ളലിയുടെയും സംഗമസ്ഥാനം കൂടിയായിരുന്നു ആൽമരം. The white rat was grandfather's. ആ വെള്ളയലി മുത്തശ്ശൻ്റെതായിരുന്നു. He had bought it from the bazaar for 4 annas. അദ്ദേഹം ഇതിനെ അങ്ങാടിയിൽ നിന്ന് 4 അണക്ക് മേടിച്ചതാണ്. 4 അണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 പൈസ, പഴയ കാലത്തുണ്ടായിരുന്ന നാണയത്തിൻ്റെ ഒരു പേരാണ്. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റോഡ്സ്. പലപ്പോഴും ഞാൻ ആ വെള്ള എലിയെ ആൽമരത്തിൻ്റെ ആ റൂട്ട്സിലേക്കും ബ്രാഞ്ചസിലേക്കും ഞാൻ കൊണ്ടുപോകാറുണ്ട്. ബട്ട് ഐ വുഡ് ഓഫൻ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദ റോഡ്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദ ഓൾ ട്രീ. ബനിയൻ ട്രീ what it soon struck up a friendship with one of the squirrels. ആ ബനിയൻ ട്രീയിൽ വളരെ പെട്ടെന്ന് ഈ വെള്ള എലി അവിടെ ഉണ്ടായിരുന്ന അണ്ണാനുമായിട്ട് സൗഹൃദമുണ്ടാക്കി. അവിടെ വെച്ചാണ് അണ്ണാനുമായിട്ട് ഈ വെള്ള എലി സൗഹൃദമുണ്ടാക്കിയത്. They would go off together on little excursions among the branches. ശിഖരങ്ങളിലൂടെ അവ ചെറിയ സവാരികൾക്കായി നീങ്ങാറുണ്ടായിരുന്നു. Then the squirrel started building a nest. പിന്നീട് അണ്ണാൻ ഒരു കൂടുണ്ടാക്കുവാൻ വേണ്ടി തുടങ്ങി. At first, she tried building it in my pockets. And when I went indoors and changed my clothes, I would find straw and grass falling out. ആദ്യം എൻ്റെ പോക്കറ്റിൽ കൂടുണ്ടാക്കാനാണ് അത് ശ്രമിച്ചത്. ഞാൻ എൻ്റെ വസ്ത്രം മാറിയപ്പോൾ പോക്കറ്റിൽ പുല്ലും വൈക്കോലുമൊക്കെ കണ്ടിരുന്നു. Then one day, grandmother's knitting was missing. ഒരു ദിവസം മുത്തശ്ശി തുന്നിക്കൊണ്ടിരുന്ന തുണി കാണാതായി. We hunted for it everywhere but without success. ഞങ്ങൾ എല്ലായിടത്തും അതിനു വേണ്ടി അന്വേഷിച്ചു, തെരഞ്ഞു, പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. Next day, I saw something glinting in the hall in the banyan tree. പിറ്റേ ദിവസം ആൽമരത്തിൽ ഒരു പൊത്തിൽ എന്തോ ഇരിക്കുന്നത് ഞാൻ കണ്ടു.
ഗ്ലിൻഡിങ് ഇൻ ദ ഹാൾ ഇൻ ദ ബനിയൻ ട്രീ. ആ ബനിയൻ ട്രീയുടെ ഹാളിൽ എന്തോ അങ്ങനെ തിളങ്ങുന്ന ഞാൻ കണ്ടു. ഗോയിങ് അപ്പ് ടു ഇൻവെസ്റ്റിഗേറ്റ്. അതെന്താണെന്ന് പരിശോധിച്ച് ഞാൻ അതിൻ്റെ മുകളിലെത്തി. I saw that it was the end of grandmother's still knitting needle. അതെന്താണെന്ന് പരിശോധിച്ച ഞാൻ മുത്തശ്ശിയുടെ തുന്നൽ സൂചിയുടെ ഒരറ്റമാണ് കണ്ടത്. On looking further, I discovered that the hall was crammed with knitting, and amongst the wool were 3 baby squirrels, all of them white. ഞാൻ ആ പൊത്തിലേക്ക് കൂടുതൽ നോക്കിയപ്പോൾ ആ പൊത്തിൽ മുഴുവൻ തുണി കണ്ടു. അതുപോലെ തന്നെ and amongst the wool were the 3 baby squirrels, all of them white. ആ കമ്പിളി നൂലുകൾക്കിടയിൽ 3 അണ്ണാൻ കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. all of them white. എല്ലാത്തിൻ്റെയും നിറം വെള്ളയായിരുന്നു. Grandfather had never seen white squirrels before. മുത്തച്ഛൻ ഇതിനു മുമ്പ് വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിരുന്നില്ല. And we gazed at them in wonder. ഞങ്ങൾ അത്ഭുതത്തോടെ അവയെ നോക്കി. We were puzzled for some time, but when I mentioned the white rat's frequent visits to the tree, ഞാൻ കുറച്ചു സമയം ഞങ്ങളാകെ ചിന്താക്കുഴപ്പത്തിലായി. We were puzzled for some time. കുറച്ചു സമയം ഞങ്ങൾ ആകെ ചിന്താക്കുഴപ്പത്തിലായി. But when I mentioned, പക്ഷേ ഞാനത് സൂചിപ്പിച്ചപ്പോൾ, the white rat's frequent, ഈ വെള്ളയെലി ഫ്രീക്വൻറ്റ് ഇടയ്ക്ക് വിസിറ്റ്സ് സന്ദർശിക്കാറുണ്ട് ടു ദ ട്രീ, ഈ മരത്തിൽ എന്ന വിഷയം ഞാൻ സൂചിപ്പിച്ചപ്പോൾ, ഗ്രാൻഡ്ഫാദർ ടോൾഡ് മീ, ഗ്രാൻഡ്ഫാദർ എന്നോട് പറഞ്ഞു, ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ, എങ്കിൽ ആ വെള്ള എലി തന്നെയായിരിക്കും ഈ വെളുത്ത അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്ന് പറഞ്ഞു. റാറ്റ്സ് ആൻഡ് സ്ക്വയൽസ് വെർ റിലേറ്റഡ് ടു ഈച്ച് അതർ. എലികൾക്കും അണ്ണാനും ബന്ധമുണ്ട്. ഹി സെറ്റ്, അദ്ദേഹം പറഞ്ഞു. ആൻഡ് സോ ഇറ്റ് വാസ് ക്വൈറ്റ് പോസിബിൾ, അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. ഫോർ ദം ടു ഹാവ് ഓഫ് സ്പ്രിങ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. വൈറ്റ് സ്ക്വയൽസ്, വെളുത്ത ഈ അണ്ണാൻ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും നിങ്ങൾ ഇത് നല്ലോണം വായിച്ച് ടെക്സ്റ്റിലെ സൈഡ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.